തലസ്ഥാന നഗരിയുടെ രാത്രികൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അത് ഇപ്പോൾ തിരുവനന്തപുരത്തോട് രാത്രി യാത്ര നടത്തിയിട്ടുള്ളവർക്കൊക്കെ അറിയാം. അവിടെ രാത്രി ജീവിതം ആസ്വദിക്കാൻ എത്തുന്നവർ നിരവധി പേരാണ്. അതുകൊണ്ട് തന്നെ തട്ടുകടകൾ അവിടെ ഒരുപാടുണ്ട്. എന്നാൽ തട്ടുകടയില്ലാതെ നൈറ്റ് ലൈഫും പൂർണ്ണമാകില്ല. ദോശയോടൊപ്പം തിരുവനന്തപുരത്തിന്റെ സ്വന്തം രസവട അതില്ലെങ്കിൽ അത് അപൂർണമാണ്. അപ്പം ആ വിശേഷത്തിലേക്കാണ്. കരമനപ്പാലത്തിനപ്പുറവും ഇപ്പുറവും വ്യത്യസ്തമായൊരു ഭക്ഷണ സംസ്കാരം കൊണ്ട് സമ്പന്നമായ ഒരു ദേശം, അതാണ് തിരുവനന്തപുരം. തിരുവനന്തപുരത്തുകാർക്ക് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു എക്സ്ക്ലൂസിവിറ്റി ഇവിടുത്തെ ഒരു ഭക്ഷണ വിഭവത്തിന്, തട്ടുകട വിഭവത്തിനുണ്ട്. സാക്ഷാൽ രസവട. ചെറുതും വലുതുമായ നൂറുകണക്കിന് തട്ടുകടകൾ നഗരത്തിലുണ്ട്. നേരമൊന്നിരുട്ടിയാൽ തട്ടുകൾ ഉണരും. ചൂടുദോശയും സാമ്പാറും തേങ്ങാച്ചമ്മന്തിയും മുളക് ചമ്മന്തിയും പപ്പടവും ഓംലറ്റും രസവടയും ഒക്കെയാണ് മെയിൻ. ദോശയോടൊപ്പം രസവടയ്ക്കാണ് ഭക്ഷണപ്രിയർ ഏറെയും. രസവട ചോദിച്ചു വരണവരുണ്ട്, തീരുമ്പോഴത്തേക്ക് അവർക്ക് സങ്കടം വരാറുണ്ട്. മിക്കവാറുള്ളവർക്ക് നമ്മൾ കായമൊക്കെ കൂടുതലിടും. എല്ലാം സ്വന്തമായിട്ട് ഞാൻ വറുത്ത് പൊടിക്കുകയാണ്. കൂടെ കഴിക്കാൻ പപ്പടം, സാമ്പാർ, ചമ്മന്തി, രസം ഒഴിച്ച് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കും. നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്ന ഈ ഒരു ടേസ്റ്റ് നമ്മൾ എറണാകുളത്ത് പോയാലോ ഇവിടെ നിന്ന് കൊല്ലം പോയാലും നമുക്ക് ഈ ഇവിടുത്തെ ടേസ്റ്റിൽ ഒരു കാരണവശാലും ഈ ദോശയും രസവടയും കിട്ടത്തില്ല. ഇഷ്ടമാണ്. ദോശയും രസവടയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു രസമാണ്, കഴിക്കാനൊക്കെ നല്ലൊരു രസമാണ്. നമ്മുടെ തിരുവനന്തപുരത്തിന് മാത്രം ഒരു വികാരമാണ് രസവട എന്ന് പറയുന്നത്. ശരിക്കും തട്ട് കഴിക്കുക എന്നല്ല, തട്ടടിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ ഏറ്റവും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഇത് തോന്നുന്നത് തന്നെ നമ്മുടെ രസവടയാണ്. ഫേമസ് ആയിട്ടുള്ള രസവട അത് ഈ തട്ടിൽ മാത്രം കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രസവട. നല്ല കിടിലൻ രസത്തിൽ കുതിർന്ന പരിപ്പുവട. ഈ പരിപ്പുവട ഇല്ലാത്ത അല്ലെങ്കിൽ ഈ രസവട ഇല്ലാത്ത ഒരു തട്ടുകട പോലും തിരുവനന്തപുരത്ത് തലസ്ഥാന ജില്ലയിൽ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഈ പരിപ്പുവടയ്ക്ക് കോമ്പിനേഷൻ നല്ല ചൂട് ദോശയും ചമ്മന്തിയും മുളക് ചമ്മന്തിയും ഓംലറ്റും പപ്പടവും ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ പപ്പടവും അതുപോലെ തന്നെ രസവടയുമാണ്. അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. തിരുവനന്തപുരത്തുകാർക്കും തിരുവനന്തപുരത്തെത്തി തട്ടുകടകളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്കുമൊക്കെ രസവടയാണ് പ്രിയം. നല്ല ഒന്നാം തരം രസത്തിൽ മണിക്കൂറുകളോളം കിടന്ന രസവടയുടെ സ്വാദ് അത് രുചിച്ചറിയേണ്ടത് തന്നെയാണ്. അതും തട്ടുകടകളിൽ നിന്ന് തന്നെ രുചി അറിയണം. എനിക്ക് പുറകിൽ കാണുന്നത് തിരുവനന്തപുരത്തിൻ്റെ തട്ടുകടകളുടെ ഒരു പ്രധാന കേന്ദ്രമാണ്, കേശവദാസപുരം. ഇത്തരം കേന്ദ്രങ്ങൾ നഗരത്തിനകത്തും പുറത്തും ഒരുപാട് സ്ഥിതി ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തിൻ്റെ രാത്രികാല കാഴ്ചകൾ ആസ്വദിക്കാനും കാണാനും എത്തുന്നവർ ഇത്തരം തട്ടുകടകളെയാണ് കൂടുതലും ആശ്രയിക്കുന്നത്. അവരുടെയൊക്കെ പ്രിയപ്പെട്ട ഭക്ഷണ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനമായും രസവടയെ നമുക്ക് കാണാനും സാധിക്കും. ക്യാമറമാൻ സിറിൽ ഡി ലെസ്ലിക്കും ജിതിനുമൊപ്പം അഖിൽ ഷാ അൻസാർ, 24 തിരുവനന്തപുരം. അപ്പോൾ അഖിൽ ഷാ അവതരിപ്പിച്ച രസവട വിശേഷത്തിനൊപ്പം ഞാൻ ഈ കമന്റ്സിലൂടെ ഒന്ന് കണ്ണോടിക്കുകയായിരുന്നു. ഈ പ്രോഗ്രാം സൂപ്പർ ആണെന്ന് ലിജി പറയുന്നുണ്ട്. 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല, രണ്ടാളും സൂപ്പർ. താങ്ക് യു ലിജി, താങ്ക് യു സോ മച്ച്. തോമസ് കുട്ടി പറയുന്നു, ഇനിയും ചോറുണ്ടണം എന്ന് തോന്നുന്നു, വിശപ്പ് തോന്നുന്നു ഇത് കണ്ടപ്പോൾ. അതെന്താണാവോ? അപ്പം സാറാസ് പറയുന്നുണ്ട്, പ്രജൻ പ്രവിത സൂപ്പർ ക്യൂട്ട് പ്രസന്റേഷൻ, നല്ല രസമുണ്ട് കേൾക്കാനും നിങ്ങളെ കാണാനും, വളരെ സന്തോഷം. ഒപ്പം തന്നെ ശ്രീരാജ് കമന്റ് ഇടുന്നുണ്ട്. പ്രവിതയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കമന്റ് വായിക്കട്ടെ. 2 പിന്നണി ഗായകരെ മലയാള സിനിമാ ലോകത്തേക്ക് 24 സംഭാവന ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. മനോഹരമായി പാടി പ്രജൻ പ്രവിത. നല്ല പാട്ടുകാർ കേൾക്കണ്ട. അത് ഇസഹാഖ് MP ആണ് പറഞ്ഞത് കേട്ടോ. പിന്നെ സാൽവിയ പറയുന്നുണ്ട്, കപ്പ് തരൂ, ഉറക്കം വരുന്നു, ചായ കുടിച്ചാൽ ഷോ മുഴുവൻ ഉറങ്ങാതെ കാണാമെന്ന്. അപ്പം 24ന്റെ കപ്പ് വേണം എന്നാണ് പ്രേക്ഷകൻ പറയുന്നത്. നമുക്ക് SK-നോട് പറയാം കേട്ടോ. ഷാജി ജോർജ് പറയുന്നു, മെമ്മറീസ് ക്യാൻ മേക്ക് എ മാൻ a prisoner, you guys make our day എന്ന് ഷാജി കണ്ണൂർ പറയുന്നുണ്ട്. വിജയൻ ചോദിക്കുന്നുണ്ട്, ഈ ബുദ്ധി എന്തേ SK-ന് മുൻപ് തോന്നിയില്ല, പരിപാടി കലക്കിയെന്ന്. താങ്ക് യു വിജയൻ. അപ്പോൾ അതിനിടയിൽ ഒരു സ്പോർട്സ് അപ്ഡേറ്റ് വരുന്നുണ്ട്. നമ്മുടെ യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ ബെൽജിയം ഫ്രാൻസ് മത്സരം നടന്നു. അതിൽ ബെൽജിയത്തെ തോൽപ്പിച്ചുകൊണ്ട് ഫ്രാൻസ് മുന്നേറുന്നു സെമിയിലേക്ക് എന്നൊരു അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പോകാൻ സമയമായി.